ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് TCI ആണ്. BS3 വണ്ടിക്ക് കൊടുത്തിട്ടുള്ള TCI ആണ്. നമ്മളിവിടെ നയിച്ച് മാറ്റിയതാണ്. നമ്മളിവിടെ ഈ സാധനം സെയിലില്ല. നമ്മൾ ഒറിജിനൽ മാത്രമേ ഉള്ളൂ, ജെന്യൂൻ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു കാരണവശാലും ഇങ്ങനത്തെ TCI ഉപയോഗിക്കാതെ കേട്ടോ. കാരണം റോയൽ എൻഫീൽഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, റോയൽ എൻഫീൽഡ് എന്ന വാഹനം നിങ്ങളിപ്പം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും നമുക്കൊന്ന് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ നമുക്കൊരു ലോങ് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ അതായത് ലോങ് ട്രിപ്പിന് ഏറ്റവും കൂടുതൽ ടൂറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. ഇതാണ് ഇത് ഒറിജിനൽ വരുന്നത് കേട്ടോ. ഇതാണ് ഒറിജിനൽ വരുന്നത്. ഇപ്പൊ TCI ബ്ലൂ, BS3 വാഹനമാണ് ബ്ലൂ, BS4 ആണ് ഗ്രീന്, ബ്ലാക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു കളറിൽ ഈ ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീൻ ആണ് ഉണ്ടാവുക. ഇത് ഇതിന്റെ കോപ്പിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം ചെറിയൊരു വില മാറ്റം ഉണ്ടാവും. ഇപ്പം 100-200 രൂപൻ്റെ മാറ്റം എനിക്ക് സാധനത്തിന് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലോങ് ആയിട്ട് റൈഡൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്കായിരിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പാതി വഴിക്ക് വിജനമായ ഏതെങ്കിലും സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററോ ഒരു മെക്കാനിക്കോ എല്ലാ സ്ഥലങ്ങളിലും വണ്ടി പോയി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാൽ ജെന്യൂൻ ആയിട്ടുള്ള പാർട്സുകൾ മാത്രമേ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒറിജിനൽ BS4ൻ്റെ ഒറിജിനലാണ് ഇട്ടത്. ഇതിന് എത്ര വില കൊടുത്തു നമുക്ക് പറയാൻ അറിയില്ല, എനിക്കറിയില്ല ഇതിൻ്റെ എത്ര വില ആയിട്ടുണ്ടാവും എന്നുള്ളത്. പാർട്ടി വണ്ടി പാതി വൈകി വന്നിട്ട് കൊണ്ടുവന്നാണ്. നോക്കുമ്പോൾ ഇത് പോയതാണ്. സാധനം ഇതൊരു മാറ്റിയെന്ന് പറഞ്ഞു, ഈ സാധനം കംപ്ലൈൻ്റ് ആയി. പാതി വൈക്ക് വണ്ടി ഒന്ന് ഗുഡ്സിൽ വിളിച്ച് കയറ്റി വിട്ടു. അപ്പം നോൺ ജെന്യൂൻ പാർട്സ് ഒരു കാരണവശാലും റോയൽ എൻഫീൽഡ് എന്ന വണ്ടിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. കാരണം ചെറിയൊരു വിലൻ്റെ ഒക്കെ ഒരു കാർബറേറ്റർ ആണെങ്കിലും കൂടെ ഒരു 500-600 രൂപൻ്റെ മാറ്റം ഉണ്ടാവുക. അല്ലെങ്കിൽ എല്ലാ പാർട്സിനും 100 രൂപ, 50 രൂപ, 200 രൂപൻ്റെ മാറ്റങ്ങൾ മാത്രമേ നോൺ ജെന്യൂൻ പാർട്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ വിശ്വസിച്ചായിട്ട്, അതായത് ഒരു ലോങ് ട്രിപ്പ് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടെങ്കിലും പോകണം, ലോങ് പോകണമെന്ന് വിചാരിച്ചാൽ പാതി വഴി കൊടുങ്ങും. നമുക്കറിയാം റോയൽ എൻഫീൽഡ് ചിലപ്പോൾ ചില ഭാഗത്ത് എല്ലാ വാഹനങ്ങളിലും ചില സമയത്ത് ഏരിയയിലൊക്കെ സർവീസ് കിട്ടാനും പാർട്സ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ളത് റോയൽ എൻഫീൽഡാണ്. എന്നാലും ഇതിൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് എടുക്കുന്ന ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ പാർട്സ് നിങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും, നിങ്ങൾ ഉപയോഗിക്കുന്ന കേബിൾസ് ആണെങ്കിലും, ഏത് ബ്രേക്ക് ഷൂ ആണെങ്കിലും, ചെയിൻ പോക്കറ്റ് ആണെങ്കിലും, ഇതേമാതിരി TCI ഇതിൻ്റെ മെയിൻ ബ്രെയിനാണിത്. ഇത് പോയി കഴിഞ്ഞാൽ വണ്ടി അനങ്ങില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് പാർട്സ് ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഒറിജിനൽ പാർട്സ് മാത്രം കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. ഒറിജിനൽ ആണെന്ന് മാത്രം കൺഫേം ചെയ്തിട്ട് നിങ്ങൾ വാഹനത്തിൽ ഉപയോഗിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ പാതി വഴി കുടുങ്ങി കഴിഞ്ഞാൽ ഈ പൈസയും പോവും, നിങ്ങളുടെ സമയം പോവും. അതുമാതിരി തന്നെ അത്ര തന്നെ പൈസകൾ മുടക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ വണ്ടിക്ക്, അതായത് റോയൽ എൻഫീൽഡ് ട്രീറ്റ് ചെയ്യുന്ന ആളും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. വാഹനം അങ്ങനെയുള്ളൊരു വാഹനമാണ്. നമ്മൾ ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ ലോങ് ട്രിപ്പ് അടിക്കാൻ ആഗ്രഹം തോന്നുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പാർട്സും ഒറിജിനൽ മാത്രമേ നമുക്ക് വിശ്വസിച്ചൊരു വഴിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.